പെണ്ണിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും. തിരിച്ചൊരു പെണ്ണിനൊരു സുഖം കൊടുക്കത്തില്ല. ആ പെണ്ണ് എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇനി നോക്കട്ടെ, പറഞ്ഞാ പോരാ. ഓക്കെ, ആരുണ്ട് ഗുയിസ്? അയ്യോ ക്യാപ്റ്റൻ, എനിക്ക് വേണ്ട. നിനക്ക് ഇതുവരെ സോഫ കിട്ടിയില്ലേ? ഷഡിയും ബ്രേസറും കിട്ടി മോളെ. സോഫയല്ല, ഞാനുണ്ട്. പിന്നെ തന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് അതിനുള്ള ആംബിയർ ഇല്ലെന്ന്. ഞാൻ സൂചിപ്പിക്കാം. കേൾട്ടെ, എനിക്ക് വേണ്ട. എത്ര മണിക്കൂറോളം നീ സൂചിപ്പിക്കും? ക്യാപ്റ്റൻ ഞാൻ സൂചിപ്പിക്കാന്നറിയില്ല. ഇപ്പോൾ നൈറ്റ് ബെസ്റ്റാ. എങ്ങനെ സൂചിപ്പിക്കും അതുകൂടെ പറഞ്ഞിട്ട് പോകും. 2 ഓവറേക്ക് 2 ഓവർ പോരാ. 2 ഓവർ നിനക്ക് താങ്ങുമോ? 5 മണിക്കൂർ നിനക്ക് താങ്ങും? ആറാവാൻ സൂചിപ്പിച്ചത്. ഡ്യൂട്ടി കഴിഞ്ഞുള്ളൂ, റൂമിൽ എത്തിയിട്ട് വരാട്ടോ. ഓക്കെ അപ്പോൾ ഓക്കെ. ജാക്ക് ഡാനിയൽ ഹണി ബെസ്റ്റാ. ഇതായിരിക്കുന്നു. ഇന്നലെ അതടിച്ചു. പക്ഷെ ഒരു മെയിലായിരുന്നു. എനിക്ക് സുഖം കിട്ടിയില്ല. പക്ഷെ അങ്ങനെ നന്നായിട്ട് സൂചിച്ചു. നീവു നൈറ്റ് ബെസ്റ്റാ. ആശപ്പ ചേച്ചി, ഞാൻ എന്ത് ചെയ്യും ചേച്ചി? നമ്മുടെ സ്പോൺസർമാരെ വിളിച്ചു വരുത്തേണ്ടി വരുമോ? സ്പോൺസർമാരും അങ്ങോട്ടും കാര്യമൊന്നുമില്ല. അവരോട് പറ്റുന്ന പോലെ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താക്കാനാ? എനിക്ക് ടൈമിനുള്ളിൽ എൻ്റെ കുഴപ്പമാണോ? വല്ലാത്ത ജാതി. ഹായ് സിസ്റ്റർ. ഇപ്പൊ ഒരാൾ വരും, നമ്മുടെ സ്പോൺസർ. ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടില്ലേ? പാമ്പാടി രാജൻ. ബിജി വിഷമിക്കണ്ട. ബിജി ഞാൻ വരട്ടെ. വെട്ടുകാരൻ വാസു. അയ്യോ എനിക്ക് വേണ്ട വെട്ടുകാരൻ വാസു. എനിക്ക് ഒരു സുഖവും വേണ്ട. ഒരു സരി ശ്രീലങ്ക റിപ്ലൈ ചെപ്പാം. ഹായ് ഡോക്ടർ ബിജി. 69 കൂടെ തേൻ ശരിയാകുമോ? പിന്നെ എന്തായിട്ടാ, 69 കഴിയുമ്പോൾ ഐസ്ക്രീം ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കാം, പിന്നെ ചോക്ലേറ്റ് ഉപയോഗിക്കാം. പിന്നെ എന്തൊക്കെയാ ചേച്ചി? ഗുയിസ്, അതായത് 69 ചെയ്യുമ്പോൾ തേൻ ഉപയോഗിക്കാം, ഐസ്ക്രീം, എന്ത് മധുരമുള്ള സാധനങ്ങളും ഉപയോഗിക്കാം. കുഴപ്പമൊന്നുമില്ല. ഈ സംഭവങ്ങളൊന്നും ചെയ്യാം. നമുക്കൊരു ചെറിയ ഒരു പച്ചക്കുള്ള ടേസ്റ്റിന് ഒരു ചവർപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീമും ഈ പറയുന്ന തേനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ആമി, ഇവിടെ ഒരുത്തന് ഐസ്ക്രീം തേക്കണം നല്ലതാണോ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം നമ്മളവിടെ ഒരു പച്ചക്ക് തിന്നുമല്ലോ. അപ്പം അതിനൊരു തിന്നാൻ ചിലർക്ക് മടിയായിരിക്കും, പച്ചച്ചക്ക തിന്നാൻ വേണ്ടിയിട്ടേ. അപ്പം കുറച്ചും കൂടെ തേൻ വരിക്ക ചക്കയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമ്പോൾ ആ ഒരു ചവർപ്പിൽ നിന്ന് നല്ല ടേസ്റ്റിലേക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. ഓക്കെ, പച്ചച്ചക്ക നന്നായിട്ട് കഴുകി നല്ല ഓയിലൊക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ ഓക്കെ. എന്നാലും ചിലപ്പോൾ അവിടെ ഒരു ഇതുണ്ടാവും ചേട്ടാ. ABC അല്ല നമ്മൾ പറയണമല്ലോ. അല്ല ശിവ ചേച്ചി, സത്യത്തിൽ അവിടെ ഐസ്ക്രീമൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഈ ഐസ്ക്രീമും തേനൊക്കെ നല്ല വരിക്കച്ചക്കയാണെങ്കിൽ ചവർപ്പുണ്ടാവില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്നെ കണ്ടാൽ അറിയാം നീ അതിൻ്റെ ആളാണെന്ന്. പിന്നെ ഈ ഐസ്ക്രീം, ഈ ചോക്ലേറ്റ്, ഈ തേനൊന്നും നമ്മുടെ ഗർഭപാത്രത്തിലേക്ക് പോകാൻ പാടില്ല. ഓക്കെ, നമ്മുടെ അതിനുള്ളിലേക്ക് പ്രസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഈ സാധാരണ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പല കേട്ടേക്കുന്നത്, ഒന്ന് ഇവിടെ തേക്കാനും ഒന്ന് ചുണ്ടിലും, ഒന്ന് കഴുത്തിന് ബാക്കിലും, ഒന്നിവിടെ ഒന്ന് പൊക്കളയിലും, അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടേക്കണേ. അവിടെയൊക്കെ തേക്കാണ് പിന്നെയല്ല ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ. അല്ലാണ്ട് എനിക്കറിയില്ല. ഒരിക്കലും താഴെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ചത്തുപോകും ലേഡീസ്. അത് ലേഡീസിന് അസുഖം വരും. ഹോണ്ടേടാ, അയ്യോ ഞാൻ അറിഞ്ഞില്ല കഥയാണെന്ന്. ഞാൻ ശരിക്കും ഉള്ള ചക്കയാ പറഞ്ഞത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഓ ഓ ഓ ചുമ്മാ ഞാൻ ചെയ്യലുണ്ട്. ആണാ? യു ഫാമിലിക്ക് നോ ഗുഡ്. ആയിക്കോട്ടെ, ഞാൻ കൊള്ളൂല. ഷാവ ഒന്നും വരില്ല. അയ്യോ, നിങ്ങളുടെ വെറുതെ തോന്നല, അസുഖം വരും. ഒരിക്കലും നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഐസ്ക്രീം പോകാൻ പാടില്ല, തേനും പോകാൻ പാടില്ല കേട്ടോ. വെറുതെ തോന്നല. എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഹലോ, യെസ്, അതെ, ആ ഓക്കെ, പറഞ്ഞോ. നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. നിങ്ങളുടെ പേരെന്താ? ദേവത് മനസ്സേ, നമ്മളൊരു ഹായ് വിട്ടേ കേട്ടാ. ആ, ഞാൻ നോക്കാട്ടാ. എന്തേടാ കരയുന്നേ? യു ആർ ഗോയിങ് റോഡ് കമ്മിങ് യുവർ ഫാമിലി. ഓക്കെ, ആയിക്കോട്ടെ. ഹായ് വിജിമോൾ. ഹായ് ഏട്ടാ. നോ ഗുഡ്. ആയിക്കോട്ടെ. നിനക്കെന്താ? ഹോൾണ്ടേട്ടാ, വിശ്വസിക്കാതെ വിശ്വസിച്ചാതെ ഒക്കെ ഇങ്ങനും ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയുന്നോണ്ട് പറഞ്ഞാണ്. ഓക്കെ, ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയണം, ചില ആൾക്കാർ കുത്തു വീഡിയോ കാണും. ഓക്കെ, അതെല്ലാവർക്കും ഒരു ഹരമായിരിക്കും. മറ്റേത് പക്ഷേ ഈ കുത്തു വീഡിയോക്കാളും നല്ലത് ഹരം ഉണ്ടാക്കണത് എന്താ സംഭവം എന്ന് പറയും. അറിയാമെങ്കിലും നിങ്ങൾ അങ്ങനത്തെ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെ അതിൻ്റെ ഉസ്താദാണ്. എനിക്ക് കുത്തു വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ലേ കാണുകയില്ല. വിജിമോൾ, എനിക്കിഷ്ടമല്ല. ആരെങ്കിലും ഇട്ടാൽ ഞാൻ ഡൗൺലോഡ് ചെയ്യാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് മുത്തുച്ചിപ്പി വായിക്കലാണ്. വായിച്ചുകൊണ്ടിരിക്കണം. ആഹാ, എനിക്ക് കഥ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുക. ഒരു പെണ്ണിനും ഇവിടെ ഉണ്ട്, വേണ്ടേട്ടെ, ഇവിടെ ഉണ്ട്. ഒരു പെണ്ണിനും ഒരു ആണിനും ഏറ്റവും കൂടുതൽ വികാരം വരുന്നത് കുത്തു വീഡിയോ കാണുമ്പോഴല്ല, നമ്മൾ കുത്തുകഥ വായിക്കുമ്പോഴാണ്. ഞാൻ വായിക്കാറുണ്ട്. അതാണ് ഒരു സുഖം. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിൻ്റെ വീഡിയോ ആയിരുന്നു. പാറയുടെ ഉള്ളിലൊരു ചർക്കലും പെണ്ണ് സൂചിക്കുന്നു. അത് എത്ര മില്യൺ കണക്കിന് ജനങ്ങൾ കണ്ടു എന്നറിയോ. പക്ഷെ പാവ ആ ചർക്കം സൂചിച്ചു, പെണ്ണിന് ഒരു സുഖം പോലും കിട്ടിയില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്ന ആ വീഡിയോ? ചേച്ചി, എൻ്റെ ഭർത്താവിനെ പോലെ പാറമടയിൽ വെച്ച് സെക്സ് ചെയ്തു. പക്ഷെ ആ പെണ്ണ് വികാരം വന്നിട്ട് അടച്ചിട്ട്, പക്ഷെ ആ ചെക്കൻ എന്ത് ചെക്ക് ചെയ്യാ, ആ ചെക്കൻ സുഖിച്ചു. പക്ഷെ പെണ്ണിന് ഒരു സുഖം കൊടുത്തില്ല. ഇങ്ങനത്തെ ഒരു കേട്ടാ പറയാൻ കഴിയും. നിങ്ങളായാലും കണ്ടിരുന്നു. അതിപ്പോൾ പുതിയ ഇറങ്ങിയ വീഡിയോയാണ്, ഞാൻ കണ്ടീന്. ചേച്ചി കണ്ട ചേച്ചി, സങ്കടം തോന്നൂടോ? ആ ഒരു വൃത്തി. ഞാനൊക്കെ അവനൊന്ന് സൂചിപ്പിച്ചു, നമ്മളൊന്ന് സൂചിപ്പിച്ച് അങ്ങനെ വേണം നമ്മൾ സൂചിപ്പിച്ച് കൊടുക്കരുത്. അപ്പം നമ്മൾക്ക് ഭ്രാന്തായിട്ടാ അവന് 1.5 മണിക്കൂർ സൂചിപ്പിച്ചേക്കുന്നു. ഈ പെണ്ണിന് കിട്ടിയത് ആകെ പ്ലെയിൻ കിസ്. അത് കഷ്ടമുണ്ട് നോക്കില്ലേ. പെണ്ണിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും, തിരിച്ചൊരു പെണ്ണിനൊരു സുഖം കൊടുക്കത്തില്ല. ആ പെണ്ണ് എന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവും.